ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IBO 3 യൂണിറ്റ് 2 ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഫേഴ്സ് ടു ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ റെസിഡൻസ് ഓവർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു രാജ്യത്തിന് മറ്റ് ഫോറിൻ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് BOP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ എക്കണോമിക് പൊസിഷൻ മനസ്സിലാക്കാനും BOP സഹായിക്കുന്നുണ്ട്. കൂടാതെ പോളിസി മേക്കേഴ്സിനും ബിസിനസ് കമ്മ്യൂണിറ്റീസിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഫേഴ്സ് ടു ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ റെസിഡൻസ് ഓവർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്, ജനറലി 1 ഇയർ. ഈ ഒരു ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് നോർമലി 1 ഇയറിലേക്കാണ്. ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ആണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ് ആർ ക്ലാസിഫൈഡ് റെസ്പെക്റ്റീവ്ലി ആസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ ഇമ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ അതിൽ വരുന്ന ഗുഡ്സ് എല്ലാം വിസിബിൾ ഐറ്റംസ് ആയിട്ടും സർവീസസ് എല്ലാം ഇൻവിസിബിൾ ഐറ്റംസും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വിസിബിൾ ഐറ്റംസിൻ്റെ എക്സാമ്പിളാണ് മെർക്കൻഡൈസ്, ഗോൾഡ്, സിൽവർ ആൻഡ് അതർ കമ്മോഡിറ്റീസ്. ഇനി ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്ന് നോക്കാം. ബാലൻസ് ഓഫ് ട്രേഡ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ്. അതായത് ബാലൻസ് ഓഫ് ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഇമ്പോർട്ട്സിൻ്റെയും ഫിസിക്കൽ എക്സ്പോർട്ട്സിൻ്റെയും ഡിഫറൻസിനെയാണ്. അതായത് ഇതിൽ നമ്മൾ ഫിസിക്കലി നമുക്ക് വിസിബിൾ ഐറ്റംസ് മാത്രമാണ് ഈ ഒരു ബാലൻസ് ഓഫ് ട്രേഡിൽ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഇൻവിസിബിൾ ഐറ്റംസ് അതായത് സർവീസസ് ഒന്നും ഈ ഒരു ബാലൻസ് ഓഫ് ട്രേഡിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. ബാലൻസ് ഓഫ് ട്രേഡും ഓൾമോസ്റ്റ് കണക്കാക്കുന്നത് 1 വർഷത്തേക്കാണ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും അതായത് ഫിസിക്കൽ ഇമ്പോർട്ടും ഫിസിക്കൽ എക്സ്പോർട്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അതല്ല ഇമ്പോർട്ടിനേക്കാളും കൂടുതലാണ് എക്സ്പോർട്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യം എക്സ്പോർട്ട് സർപ്ലസ് ആണെന്ന് പറയാം. പക്ഷേ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഗുഡ്സ് മാത്രമല്ല ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത്, സർവീസസും കൂടെ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ദ എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ബിറ്റ്വീൻ കൺട്രീസ് ഈസ് കോൾഡ് ഇൻവിസിബിൾ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇനി ഇൻവിസിബിൾ ഐറ്റംസിൻ്റെ എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. എയർ ആൻഡ് ഓഷ്യൻ ഷിപ്പിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് അതർ സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാവൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻകം എക്സെട്ര. ഇവിടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്നതൊരു നാരോ കോൺസെപ്റ്റും എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നതൊരു ബ്രോഡർ കോൺസെപ്റ്റുമാണ്. കാരണം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഈ ബാലൻസ് ഓഫ് ട്രേഡും കൂടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇൻവിസിബിൾ ഐറ്റംസും വിസിബിൾ ഐറ്റംസും ചേർന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. Balance of payment is a comprehensive and systematic record of all economic transactions between the resident of a country and the rest of the world. ഒരു രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്നാൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം. നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്. In balance of payment accounting, the balance of payment should be 0 because every transaction is two-sided with debits balancing credits. ഇവിടെ പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ് എല്ലായ്പ്പോഴും 0 ആയിരിക്കണം എന്നതാണ്. കാരണം ഈ ഒരു ഡെബിറ്റ് എല്ലാം ബാലൻസ് ചെയ്യുന്നത് ക്രെഡിറ്റ് വെച്ചിട്ടാണ്. ബട്ട് ഇൻ പ്രാക്ടീസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വിൽ നോട്ട് ഓൾവേസ് ബി ഈക്വൽ ടു 0. അതായത് എല്ലായ്പ്പോഴും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് 0 ആവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള മറ്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊന്നും ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കൗണ്ട് ചെയ്യാറില്ല, രേഖപ്പെടുത്താറില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ലാക്ക് ഓഫ് അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ്. എല്ലാ വിധത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും അവൈലബിൾ അല്ലാത്തതും ഇങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് 0 ആവാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ കറണ്ട് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ദ ലാസ്റ്റ് വൺ ഈസ് റിസർവ് അക്കൗണ്ട്. സോ കറണ്ട് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. കറണ്ട് അക്കൗണ്ട് റെക്കോർഡ്സ് ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ കൺട്രി ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ദ മെർക്കൻഡൈസ് ആസ് വെൽ ആസ് ഇൻവിസിബിൾ ഐറ്റംസ്, ഡൊണേഷൻ, യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എക്സെട്ര. അതായത് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, മെർക്കൻഡൈസ് ആസ് വെൽ ആസ് ഇൻവിസിബിൾ ഐറ്റംസ്. എല്ലാ ഇൻവിസിബിൾ ഐറ്റംസും വിസിബിൾ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. ഇതൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോലെയാണ്. ഇതിലെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്തായിക്കോട്ടെ ഇത് നമ്മൾ പിന്നീട്
ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് ദ കൺട്രീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ഇൻ്റർനാഷണൽ സിനാരിയോ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, foreign assets and liabilities, and the impact of current transactions on international financial position. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ്. പിന്നെ ഇതിനോട് കൂടെ നമ്മൾ ഫോറിൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള അസറ്റ്സ്, പിന്നെ ലാബിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് വരുന്ന ഒരു പോയിൻ്റാണ് റിസർവ് ആൻഡ് മോണിറ്ററി ഗോൾഡ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്ന മെയിൻ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എ കറണ്ട് അക്കൗണ്ട്, ബി ക്യാപിറ്റൽ അക്കൗണ്ട്, സി റിസർവ് ആൻഡ് മോണിറ്ററി ഗോൾഡ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സും മെർക്കൻഡൈസ് ഇമ്പോർട്ട്സും, അതായത് വിസിബിൾ ഐറ്റംസിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇത് തമ്മിൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ, അതായത് എയിൽ നിന്ന് ബി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രേഡ് ബാലൻസ് കിട്ടുന്നത്. വിസിബിൾ എക്സ്പോർട്ട്സിൽ നിന്ന് വിസിബിൾ ഇമ്പോർട്ട്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ബാലൻസ് കിട്ടുന്നതായിരിക്കും. ഇതിൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് അബ്രോഡ്, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ മെർക്കൻഡൈസ് എക്സ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് എന്നത് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ട്രേഡ് ബാലൻസ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഐറ്റംസ് ആണ്. അതായത് സർവീസസ് എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിൽ ഇൻവിസിബിൾ ഐറ്റംസ് ആയിട്ട് പറയുന്നത് എ നോൺ ഫാക്ടർ സർവീസസ്, അതായത് സെയിൽസ് ഓഫ് സർവീസസ്, ഇൻഷുറൻസ്, സോഫ്റ്റ്വെയർ പ്ലാൻസ്, സ്പെൻഡിങ് ഓഫ് ഫോറിൻ വിസിറ്റേഴ്സ്, അതായത് ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ആ ഒരു സംഭവമാണ് നോൺ ഫാക്ടർ സർവീസസിൽ വരുന്നത്. പിന്നെ ബി ആയിട്ട് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര റിസീവ്ഡ് ഫ്രം അബ്രോഡ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ഇതെല്ലാമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിൽ വരുന്നത്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അതെല്ലാം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. പിന്നെ സി പ്രൈവറ്റ് ട്രാൻസ്ഫേഴ്സ്, നെറ്റ് പ്രൈവറ്റ് പേയ്മെൻറ്റ്, റെമിറ്റൻസ് ഫ്രം വർക്കേഴ്സ് അബ്രോഡ്, അതായത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് കിട്ടുന്ന റെമിറ്റൻസ്, ഇതെല്ലാം ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് പോയിൻ്റ് ഇൻവിസിബിൾ ഐറ്റംസിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ട്രാൻസ്ഫർ, ഗ്രാൻറ്റ്സ്, നെറ്റ് ഒഫീഷ്യൽ പേയ്മെൻറ്റ്സ്, ഓവർസീസ് എയ്ഡ്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതായിക്കോട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതായിക്കോട്ടെ ഉള്ള എല്ലാ ഗ്രാൻഡ് ഐറ്റംസ് എല്ലാം ഇൻവിസിബിൾ ഐറ്റംസിലാണ് ഉൾക്കൊള്ളുന്നത്. അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന മെയിൻ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ 2 വിധത്തിലുണ്ട്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും. ഇതിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ മെഷീനറിയിലോ പ്ലാന്റിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഷെയർസോ ബോണ്ട്സോ ഒക്കെ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഷെയർ അങ്ങോട്ട് വിൽക്കുക ചെയ്യുന്നതിനാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റായിട്ട് പറയുന്നത് അതർ ഫ്ലോസ് ആണ്. ഈ അതർ ഫ്ലോസിൽ ഉൾപ്പെടുന്നതാണ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എല്ലാം. പിന്നെ തേർഡ് പോയിൻ്റാണ് കമ്മീഷൻ ആൻഡ് അതർ ബോറോയിങ്സ്, നമ്മൾ അവിടെ നിന്ന് കടമെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ രാജ്യങ്ങളിൽ നിന്ന് അവർ കടമെടുക്കുന്നതായിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ ബോറോയിങ്സും ലെൻഡിങ്ങും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ഡെപ്പോസിറ്റ്സ്, മറ്റ് വിദേശ രാജ്യക്കാർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നോൺ റെസിഡൻറ്റ് ഡെപ്പോസിറ്റ്സിലാണ് വരുന്നത്. ലാസ്റ്റ് പോയിൻ്റാണ് സി റിസർവ്സ് ആൻഡ് മോണിറ്ററി ഗോൾഡ്. ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിസർവ്സാണ് ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡെഫിസിറ്റ്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ഡെഫിസിറ്റ് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഇന്ത്യയിൽ സർപ്ലസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഡെഫിസിറ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് റീസണായിട്ട് പറയുന്നത് ഇന്ത്യയിലേക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് കൂടുതലാവുമ്പോൾ അതൊരു ഡെഫിസിറ്റിനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഫിസിറ്റ് ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. അതായത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അതുപോലെ തന്നെ വീട്ടാൻ സാധിക്കാത്തത് ഇതിൻ്റെ ഒരു കാരണമാണ്. കടം പെരുകുന്നത് മാത്രമല്ല, അതിന് പുറമെ ഒരു വലിയ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ രാജ്യത്ത് ട്രേഡ് ഡെഫിസിറ്റിനുള്ളൊരു കാരണമാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യങ്ങളിൽ കടം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് നോൺ റെസിഡൻസ് അവരുടെ ഡെപ്പോസിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ വിഡ്രോ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ രാജ്യം വീണ്ടും ഡെഫിസിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിലേക്ക് പോകാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് 1991 ജൂൺ 21 പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നു. ഇത് കൂടുതൽ ക്രൈസിസിലേക്ക് പോവുകയും ചെയ്തു. ആ ഒരു സമയത്തെ ഇന്ത്യയുടെ റിസർവ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. ഇതുമൂലം മറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോസ് കുറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ബോറോയിങ്സ് എടുക്കാനും തുടങ്ങി. നോൺ റെസിഡൻസ് അവരുടെ ഡെപ്പോസിറ്റൊക്കെ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഡെഫിസിറ്റ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് ഓയിലൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അവർ വലിയ ബില്ലാണ് ചുമത്തിയിരുന്നത്. ഇത് കാരണം ഇന്ത്യയുടെ എക്സ്പോർട്ട് മാർക്കറ്റ് തകരുകയും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്കുള്ള റെമിറ്റൻസ് ഏർണിങ്സൊക്കെ കുറയുകയും ചെയ്തിരുന്നു. 1991 ഈ ഒരു ക്രൈസിസ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് എക്സ്പോർട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് ഒഴികെ മറ്റ് ഗുഡ്സിനെതിരെയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. 2 സ്റ്റെപ്പ് ഡിവാലുവേഷനിലൂടെ എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ സ്വീകരിച്ച മറ്റൊരു മാർഗമായിരുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ലിബറലൈസ് ചെയ്യുക എന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ കൺട്രീസിൽ നിന്ന് അവരുടെ ഷെയർസും ബോൺസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് സ്ട്രക്ചറൽ റിഫോംസ് എയിം ചെയ്തിരുന്നത് ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രേഡ് വർദ്ധിപ്പിക്കുക, എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസൊക്കെ എൻഹാൻസ് ചെയ്യുക. ഇതുമൂലം എക്കോണമിയുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നത്. ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് ദീസ് മെഷേഴ്സ് ആർ റിഫ്ലക്റ്റഡ് ഇൻ എ റോബസ്റ്റ് എക്സ്പോർട്ട് ആൻഡ് ഇൻവിസിബിൾ ഗ്രോത്ത്. ഇത്തരത്തിൽ ഇന്ത്യ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അക്കാലത്ത് എക്സ്പോർട്ടിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ചു. ഇതുമൂലം ഇന്ത്യയുടെ ഗ്രോത്തും വലുതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1991 ശേഷം ഇന്ത്യയിലേക്കുള്ള ക്യാപിറ്റൽ ഇൻഫ്ലോസ് വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുമൂലം ഫോറിൻ റിസർവ്സൊക്കെ കൂടാനും സഹായിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.